ഇസ്രായേൽ ഓപ്പറേഷൻ സിന്ദൂറിന് ഒട്ടേറെ സഹായം ചെയ്തിട്ടുണ്ട്. പലതരത്തിൽ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ, ഇസ്രായേലിൻ്റെ ആയുധങ്ങൾ ഒക്കെ തന്നിട്ടുണ്ട്. അതിനു മുമ്പ് ഗസയിലെ ആക്രമണ സമയത്ത് ബൈഡൻ ചതിച്ചപ്പോൾ ഇന്ത്യയാണ് നിർണായകമായ ഖാൻ യൂനിസൊക്കെ തകർക്കാൻ, റഫയൊക്കെ ആക്രമിക്കുന്ന സമയത്ത് ആയുധം ബൈഡൻ കൊടുക്കാതിരുന്നപ്പോൾ ഇന്ത്യയാണ് കൊടുത്തത്. ഇപ്പോൾ വീണ്ടും ഇസ്രായേലിന് ഇന്ത്യ ആയുധങ്ങൾ കൊടുക്കുന്നു. വെറും ആയുധമല്ല, റോക്കറ്റുകൾ. അപ്പോൾ ഹമാസിൻ്റെ നെഞ്ചത്ത് വന്ന് വീഴാൻ പോകുന്നത് ഇനി ഇന്ത്യൻ റോക്കറ്റുകളാണ്. അത് പറയുമ്പോൾ ചുമ്മാ ഭംഗിവാക്കല്ല. മുമ്പ് അൽ ജസീറ കാണിച്ചിരുന്നു, ഗസയിൽ വീണ റോക്കറ്റുകളിൽ ഒക്കെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഹമാസ് ഭീകരർക്ക് സ്നേഹപൂർവ്വം നമ്മൾ മാരകശേഷിയുള്ള റോക്കറ്റുകൾ കൊടുക്കുകയാണ്, അല്ലേ? അതെ അതെ. അതായത് നമ്മുടെ പുനെയിലെ ഒരു കമ്പനിക്ക് റോക്കറ്റ് ലോഞ്ചർ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. ആ കമ്പനിക്ക് ഇസ്രായേലിൽ നിന്ന് ഓർഡർ വന്നിരിക്കുന്നു. 17.52 മില്യൺ ഡോളറിൻ്റെ ആണ്. അത് ഇന്ത്യൻ കറൻസിയിലേക്ക് കൺവെർട്ട് ചെയ്യുമ്പോൾ 149 കോടി രൂപ, 150 കോടി രൂപയുടെ ഓർഡറാണ്. റോക്കറ്റ് ലോഞ്ചർ നമ്മൾ അങ്ങോട്ട് കൊടുക്കും. അതായത് റോക്കറ്റ് ലോഞ്ചറുകൾ. അപ്പൊ ഗാസയിലേക്ക് അയച്ചുകൊണ്ടിരിക്കാനായിട്ട് റോക്കറ്റ് ലോഞ്ചറുകൾ അതിർത്തിയിൽ വെക്കുന്നതൊക്കെ പൂനെയിൽ നിന്നുള്ള റോക്കറ്റ് ലോഞ്ചറുകളായിരിക്കും. അതിൽ നിന്ന് റോക്കറ്റ് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ട്. റോക്കറ്റ് ലോഞ്ചറുകളാവുമ്പോ പിന്നെ ഈ റോക്കറ്റുകൾ മേടിച്ചുകൊണ്ടിരുന്നാൽ മതിയല്ലോ. ലോഞ്ചർ അവിടെ സ്ഥിരമായിട്ടുണ്ട്, അവിടെ ഫിറ്റ് ചെയ്യും, പിന്നെ റോക്കറ്റ് കൊടുത്താൽ മതി. അതെ. നമ്മള് S-500 മറ്റേ പ്രൊമിറ്റ്യൂസ് മേടിക്കുമ്പോഴും S-400ന്റെ സൗകര്യങ്ങൾ ഉപയോഗിച്ചാൽ മതിയല്ലോ. എന്ന് പറഞ്ഞതുപോലെ യൂണിവേഴ്സൽ റോക്കറ്റ് ലോഞ്ചേഴ്സ് ആദ്യമായിട്ടാണ് ആഗോള വിപണിയിലേക്ക് ഇന്ത്യയിൽ നിന്ന് റോക്കറ്റ് ലോഞ്ചറുകൾ പോകുന്നത്. ഇത് ആത്മനിർഭർ ഭാരതിൻ്റെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു റോക്കറ്റ് കിട്ടിയില്ല അവിടെ. അതൊക്കെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളതാണ് ഈ മെയ്ഡ് ഇൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്നത്. അൽ ജസീറ കാണിച്ചിരുന്നു. അത് നമുക്ക് പറയാം. അപ്പോൾ 2027 നവംബറിനകം ഈ മുഴുവൻ റോക്കറ്റ് ലോഞ്ചറുകളും കൊടുക്കണം എന്നാണ് കരാറിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ തുടങ്ങിയിട്ട് അത് 2 കൊല്ലം കൊണ്ട് ഇത്രയും റോക്കറ്റ് ലോഞ്ചറുകൾ നിർമ്മിച്ചു കൊടുക്കാനുള്ള കരാറാണ്. അപ്പോൾ മുമ്പ് ഗാസയിൽ മറ്റേ രൂക്ഷമായ യുദ്ധം നടക്കുമ്പോൾ കഴിഞ്ഞ കൊല്ലം മേയിൽ റോക്കറ്റും സ്ഫോടകങ്ങളുമായിട്ട് നമ്മുടെ കപ്പലിൽ പോയിരുന്നു. അവിടെ കൊടുക്കുകയും ചെയ്തു റോക്കറ്റുകൾ, സ്ഫോടകങ്ങൾ. അത് 2024 മെയ് 15 ബൊർക്കും എന്ന് പറഞ്ഞിട്ടൊരു ചരക്ക് കപ്പൽ, ആ ചരക്ക് കപ്പലിലാണ് ഇത് ഇസ്രായേലിലേക്ക് കൊണ്ടുപോകുന്നത്. ചെന്നൈയിൽ നിന്നാണ്, സ്പെയിൻ വഴി പോയപ്പോൾ അവിടെ പിടിച്ച്. അതെ, അത് സംഭവം. അപ്പൊ സ്പാനിഷ് തീരത്തെ കാർത്താജേനയില് ഇത് അടുത്തു കഴിഞ്ഞപ്പോ അവിടുത്തെ കുറെ ആളുകൾ, അവിടുത്തെ സഖാക്കൾ അവര് പലസ്തീൻ കൊടിയൊക്കെ പിടിച്ചിട്ട് പലസ്തീനുകളെ കൊല്ലാൻ, ഹമാസിനെ കൊല്ലാൻ ഇന്ത്യൻ കപ്പൽ ഇന്ത്യയിൽ നിന്ന് ആയുധമായിട്ട് വരുന്നു എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി പരിശോധിക്കണം എന്നാവശ്യപ്പെട്ടു. യൂറോപ്യൻ പാർലമെന്റിൽ ഉണ്ടായിരുന്ന 9 ഇടതുപക്ഷ അംഗങ്ങൾ ഈ സ്പെയിനിന്റെ പ്രസിഡന്റ് പെദ്രോ സാഞ്ചസിന് കത്തെഴുതി. ഇതിങ്ങനെ ഇന്ത്യൻ കപ്പൽ എടുക്കാൻ പാടില്ല, നിങ്ങൾ പരിശോധിക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളം ഉണ്ടായപ്പോൾ ഈ ഡൊർക്കും അവിടെ നിന്ന് സ്ലോവേനിയ തുറമുഖമായിട്ടുള്ള കോപ്പറിലേക്ക് പോയി. കപ്പൽ അവിടെ അടുക്കാതെ പോയി കോപ്പറിലേക്ക് പോയി, സ്ലോവേനിയയില്. ഇസ്രയേലിലെ അഷ്ദോദിലേക്കുള്ള ചരക്കായിരുന്നു അത്, അഷ്ദോദ് തുറമുഖം. ഈ അഷ്ദോദ് ഗാസയിൽ നിന്നും 30 കിലോമീറ്റർ ദൂരവും. എളുപ്പമാണ്, പൊട്ടിക്കാൻ എളുപ്പമാണ്. അവിടെ നിന്ന് സൈക്കിളിൽ കൊണ്ടുപോയാൽ മതി, അങ്ങനത്തെ ഒരു സ്ഥലം. അപ്പോൾ സ്പെയിനിൽ അവർ ബഹളം ഉണ്ടാക്കിയത് ഉർവശീശാവ ഉപകാരം ഒന്നായി. അടുത്ത തുറമുഖത്ത് തന്നെ ഇറക്കാൻ പറ്റി. അതെ. ഏപ്രിൽ 2 ചെന്നൈയിൽ നിന്ന് പോയതാണ്. ഈ മെയ് 15 അവിടെ തടഞ്ഞു എന്നൊക്കെ പറയുന്നത്. ഇത് ഈ ചെങ്കടലിൽ ഹൂത്തികളുടെ ആക്രമണം നടക്കുന്നുണ്ടല്ലോ. അപ്പൊ ഹൂത്തികൾ ഇത് ആക്രമിക്കേണ്ട ഇന്ത്യൻ കപ്പലിൽ നിന്ന് വെച്ചിട്ട് ആഫ്രിക്ക ചുറ്റി ചെങ്കടൽ മറികടന്ന് ഒക്കെയാണ് ഇത് സ്പാനിഷ് തുറമുഖത്ത് കാർത്താജേനയിൽ അടുക്കാൻ ശ്രമിച്ചത്. എന്നിട്ട് അടുക്കാൻ പറ്റാതെ പോയത്. അതിൽ 20 ടൺ റോക്കറ്റ് എഞ്ചിനുകൾ ഉണ്ടായിരുന്നു. പിന്നെ 12.5 ടൺ റോക്കറ്റ്സ്, പിന്നെ സ്ഫോടകങ്ങൾ ഉൾപ്പെടെ റോക്കറ്റുകളും, പിന്നെ കുറച്ച് ബോംബ്, ചെറിയ തോതിലുള്ള സാധനങ്ങൾ, അത്തരം സംഗതികൾ.
1500 കിലോ എക്സ്പ്ലോസീവ്സ് സ്ഫോടകങ്ങൾ അതിലുണ്ടായിരുന്നു. 740 കിലോ പീരങ്കി വെടിമരുന്ന് അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ഇത്രയും നിർദോഷമായ കാർഗോ ആയിരുന്നു ആ കപ്പലിൽ ഉണ്ടായിരുന്നത്. 1500 കിലോ സ്ഫോടക വസ്തു എന്ന് പറയുമ്പോഴത്തേക്ക് 1500 കിലോ ഉണ്ടായിരുന്നുള്ളൂ ഓർക്കണ്ട. അത് എത്രമാത്രം ഏരിയ തകർക്കാൻ അത് മതി അറിയണം. അതെ, പീരങ്കികൾക്കൊക്കെ ഇത്രയുമായിരിക്കും ചോദിച്ചിട്ടുണ്ടാവും അവിടുന്ന്. ചിലപ്പോൾ നമ്മൾ 50 കിലോ കൂടുതൽ ഇരിക്കട്ടെ, ഇസ്രായേലിനല്ലേ ഇരിക്കട്ടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. ഇത് ചെന്നൈയിൽ നിന്ന് അയച്ചത് IMI സിസ്റ്റംസ് ഇസ്രായേൽ എന്നുള്ള പേരിലാണ് അയച്ചിരുന്നത്. ഈ IMI സിസ്റ്റംസ് 2018 തന്നെ ഇസ്രയേലിലെ ഏറ്റവും വലിയ ആയുധ നിർമ്മാതാക്കളായ എൽബിറ്റ് സിസ്റ്റംസ് വാങ്ങിച്ചിരുന്നു. എൽബിറ്റുമായിട്ട് ഈ അദാനി ഡിഫൻസ് ഇന്ത്യയിൽ ഉണ്ടാക്കുന്നുണ്ട്. കാമിക്കാസെ ഡ്രോണുകൾ ഉണ്ടാക്കുന്നുണ്ട് ഹൈദരാബാദിൽ. അപ്പോൾ ബാംഗ്ലൂർ ഉണ്ട്. ബാംഗ്ലൂർ മെയ് 21 വേറൊരു ഇന്ത്യൻ കപ്പല് ഇത് സ്ഫോടകങ്ങളുമായിട്ട് പോയി. ഇത് 15 21 ചെന്നൈയിൽ നിന്നൊരെണ്ണം പോയി. അതിനും കാർത്താജനയിൽ അടുക്കാൻ അനുമതി കൊടുത്തില്ല സ്പെയിനില്. ആ കപ്പലിന്റെ പേര് മരിയാൻ ഡാനിയൽ. അത് ചെന്നൈയിൽ നിന്ന് ഹൈഫ തുറമുഖത്തിലേക്കാണ് പോയത്. ഇസ്രയേലിലെ 27 ടൺ എക്സ്പ്ലോസീവ്സ് ആണ് അതിലുണ്ടായിരുന്നത്, ഗാസയ്ക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ജൂൺ 6-ാം തീയതി അമേരിക്കൻ ഷെൽട്ടറുകൾ ബോംബ് ചെയ്തപ്പോൾ നുസിറാത്ത് എന്ന് പറഞ്ഞ അഭയാർത്ഥി ക്യാമ്പ്, അതാണ് ബോംബ് ചെയ്തത്. നുസിറാത്ത് ക്യാമ്പ് ബോംബ് ചെയ്തപ്പോഴാണ് മിസൈലുകളിൽ മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുണ്ടായിരുന്നത്. അത് അവിടുത്തെ ഈ കുഡ്സ് എന്ന് പറഞ്ഞ നെറ്റ്വർക്ക് വാർത്താ ഏജൻസി ആണ് പുറത്ത് കാണിച്ചത്. മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഈ ചിത്രങ്ങളിലൊക്കെ കാണാതെ മിസൈലുകൾ. അപ്പോൾ നമ്മൾ ഈ ഇസ്രയേൽ ഉണ്ടാക്കിയ ബറാക്ക് സർഫസ് ടു സർഫസ് മിസൈലുകളിലും ഇന്ത്യയുടെ സഹകരണമുണ്ട്. ബറാക്ക് നമ്മൾ മേടിക്കുന്നതൊക്കെ ഇവിടെ നിർമ്മിക്കാനുള്ള സംവിധാനമുണ്ട്. പിന്നെ പ്രീമിയർ എക്സ്പ്ലോസീവ്സ് ഇന്ത്യ, നമ്മൾ ഈ അമേരിക്കയുടെ ഉപരോധത്തിലൊക്കെ എപ്പോഴും കാണുന്ന ഒരു കമ്പനിയാണ് പ്രീമിയർ എക്സ്പ്ലോസീവ്സ്. പ്രീമിയർ എക്സ്പ്ലോസീവ്സ് സോളിഡ് പ്രൊപ്പല്ലൻസ്, ഈ റോക്കറ്റ് മോട്ടോറിനുള്ളത് ഇസ്രയേലിലേക്ക് അയക്കുന്നുണ്ട്. അത് സർഫസ് ടു എയർ മിസൈലിനും സർഫസ് MRSAM പിന്നെ LRSAM ചെറിയ റേഞ്ചും മിഡിൽ റേഞ്ചും മിസൈലുകൾക്കുള്ള പ്രൊപ്പല്ലൻസ് ഈ പ്രീമിയർ സർഫസ് ടു എയർ മിസൈൽ. അതെ, അതാണ് സർഫസ് ടു എയർ മിസൈൽ SAM. അപ്പോൾ ഈ അദാനി എയർ ഡിഫൻസും ഈ ഇസ്രയേലിലെ എൽബിറ്റ് സിസ്റ്റംസും കൂടി ഹൈദരാബാദിൽ UAV കോംപ്ലക്സ് ഡ്രോണൊക്കെ ഉണ്ടാക്കാനുള്ള വലിയ കമ്പനി സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ ഹെർമിസ് 900 ഡ്രോൺസ് നിർമ്മിക്കുന്നുണ്ട്. 30,000 അടി മുകളിൽ 36 മണിക്കൂർ പറക്കും, ഒരു കുഴപ്പമില്ലാതെ പറഞ്ഞോളൂ. ഏതായാലും ഇപ്പം ഇസ്രയേൽ ഇപ്പോൾ പെരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടത്, ഇസ്രായേലിലെ കുഞ്ഞുങ്ങളെല്ലാം ഇപ്പം ഗാസയിൽ മരിച്ചു പോകുന്നത്. ഒരു കുഞ്ഞും മരിച്ചില്ല. പക്ഷേ ഇപ്പോഴും ആരും പറയുന്നില്ല യുദ്ധം അങ്ങ് അവസാനിക്കണം എന്നെല്ലാവരും പറയുന്നുണ്ട്. ആ ബന്ദികളെ അങ്ങ് വിട്ടുകൊടുക്കുക, യുദ്ധം തീരുമല്ലോ. അത് പറയാൻ ലോകത്താരുമില്ല. അങ്ങനെ ഒരു വർത്തമാനം ആരും പറയുന്നില്ല. പിന്നെ മാത്രമല്ല, ഇസ്രായേലിന്റെ പൊസിഷൻ ഈ താൽക്കാലിക വെടിനിർത്തലാണെന്ന് ആ വെടിനിർത്തൽ പറഞ്ഞിരുന്നു. അവർക്ക് അനുഭവം ഉണ്ടല്ലോ. ഇന്ത്യ പാകിസ്ഥാനോടും പറഞ്ഞിരിക്കുന്നതാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളും ആ മാതൃക എടുത്തു. ഓപ്പറേഷൻ സിന്ദൂർ ഹോൾഡാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വിമാനങ്ങൾ എന്തെങ്കിലും പാകിസ്ഥാൻ തകർത്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പറയില്ല. കാരണം ഒരു ഓപ്പറേഷൻ തീരുമ്പോഴേ അതിനെപ്പറ്റി സംസാരിക്കേണ്ട കാര്യമുള്ളൂ. അതാണ് നമ്മുടെ പൊസിഷൻ. അതിപ്പോഴും ഓപ്പറേഷൻ സിന്ദൂർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, ഏതായാലും ഇനിയിപ്പോൾ കേരളത്തിൽ നിലവിളിക്കേണ്ടവർക്ക് നിലവിളിക്കാം, സുപ്രീം കോടതി പോകേണ്ടവർക്ക് പോകാം. ഇന്ത്യ വീണ്ടും സുപ്രീം കോടതി പോയിരുന്നു പ്രശാന്ത് ഭൂഷൺ, കോടതി ഓടിച്ചു. അതൊക്കെ കച്ചവടം നടന്ന സർക്കാരാണ്, ഞങ്ങളുടെ പണിയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ഇന്ത്യ ഇസ്രായേലിന് ഹമാസിനെ ആക്രമിക്കാനുള്ള, ഭീകരന്മാരെ കൊല്ലാനുള്ള ആയുധം കൊടുക്കുകയാണ്. ചോദിച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇനി വെടിനിർത്തലില്ല, ഗ്യാസ് പിടിച്ചിട്ടേ ഉള്ളൂ എന്ന് വ്യക്തം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.